രാഷ്ട്രപതിയോടും ഐത്തം കൽപ്പിച്ച് പിണറായി സർക്കാർ. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രാഷ്ട്രപതിയെ ഒഴിവാക്കി. ചിത്രം സ്ഥാപിക്കേണ്ട സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണ്. രാഷ്ട്രപിതാവിൻ്റെയും മുൻ രാഷ്ട്രപതിമാരുടെയും ചിത്രം സ്ഥാപിച്ച സ്ഥലത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ചിത്രം ഒഴിവാക്കിയത്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, എന്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഴിവാക്കപ്പെടുന്നു? ദ്രൗപദി മുർമുവിൻ്റെ ചിത്രം ഇരിക്കേണ്ടയിടം ഒഴിച്ചു കിടക്കുന്നു. കൃഷ്ണരാജ്, സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് രാഷ്ട്രപതിയോടുള്ള അവഗണന സംസ്ഥാന സർക്കാർ കാണിച്ചിരിക്കുന്നത്. മുൻ രാഷ്ട്രപതിമാരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിമാരടക്കമുള്ളവരുടെ ചിത്രം അവിടെ ഉണ്ട്. രാഷ്ട്രപിതാവിൻ്റെ ചിത്രമുണ്ട്. ദർബാർ ഹാളിൻ്റെ ഏറ്റവും മുന്നിലായി രാഷ്ട്രപതിയുടെ ചിത്രം, രാഷ്ട്രപിതാവിൻ്റെ ചിത്രം, മഹാത്മാഗാന്ധിയുടെ ചിത്രം, അതിന് തൊട്ട് മുകളിലായിട്ടാണ് നിലവിലെ രാഷ്ട്രപതിയുടെ ചിത്രം വെക്കേണ്ട സ്ഥാനമുള്ളത്. തുടർന്ന് അതിനോടടുത്ത് തന്നെ ദേശീയ പതാകയുമുണ്ട്. ഈ സ്ഥലത്തായിട്ടാണ് രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കേണ്ടത്. എന്നാൽ ആ ചിത്രം സ്ഥാപിക്കേണ്ട ഇടത്ത് മാത്രം ചിത്രമില്ല. അവിടെ ശൂന്യമായി കിടക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇന്ദിരാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവരുടെയും മറ്റ് അതത് കാലങ്ങളിൽ വന്നിട്ടുള്ളതായിട്ടുള്ള രാഷ്ട്രപതിമാരുടെ അടക്കം ചിത്രങ്ങൾ ദർബാർ ഹാളിൻ്റെ 3 ചുവരുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നാൽ നിലവിലെ രാഷ്ട്രപതിയുടെ സ്ഥാനം, അതായത് ചിത്രം സ്ഥാപിക്കേണ്ട സ്ഥാനം, ആ സ്ഥാനമാണ് അവിടെ ചിത്രങ്ങളൊന്നുമില്ലാതെ ശൂന്യമായി കിടക്കുന്നൊരു അവസ്ഥയുള്ളത്. നേരത്തെ പ്രണബ് മുഖർജിയുടെ ചിത്രം രാഷ്ട്രപതിയായിരുന്ന കാലത്ത് വരെ, പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്ന കാലം വരെ അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി വന്നതോടുകൂടിയാണ് ആ ചിത്രം സ്ഥാപിക്കേണ്ട എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. രാംനാഥ് കോവിന്ദിൻ്റെ ചിത്രം അവിടെ സ്ഥാപിച്ചിട്ടില്ല. അതിനുശേഷം ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി വരുമ്പോഴും സമാനമായ സ്ഥിതിയും സമാനമായ സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നത്. അവിടെ ചിത്രം രാഷ്ട്രപതിയുടെ സ്ഥാനത്തും അവിടെ ആ ചിത്രം സ്ഥാപിച്ചിട്ടില്ല. ഇതിന് എന്താണ് കാരണമെന്നടക്കമുള്ളത് സംസ്ഥാന സർക്കാരാണ് വ്യക്തത വരുത്തേണ്ടത്. നമുക്ക് നിലവിൽ പ്രാഥമികമായിട്ടൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അവഗണന എന്ന് തന്നെ വേണം രാഷ്ട്രത്തോടും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയോടുള്ളൊരു കടുത്ത അവഗണന തന്നെ, അല്ലെങ്കിൽ അവഗണന തന്നെ എന്ന് വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ മറ്റെന്ത് കാരണമാണ് അവിടെ അങ്ങനെ ഒരു ചിത്രം സ്ഥാപിക്കാതിരിക്കുന്നതിലെ ഒരു കാരണം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും. കൃഷ്ണരാജ്, ഷാജിമോൻ വട്ടേക്കാടും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് BMSൻ്റെ നേതാവ് അടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ചീഫ് സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചിത്രം സ്ഥാപിക്കണം, അതായത് രാംനാഥ് കോവിന്ദിൻ്റെ ചിത്രം സ്ഥാപിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് ഒരു നടപടിയും നടപ്പിലായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ SC മോർച്ചയും ഈ സമാനമായ പരാതി നൽകിയെങ്കിൽ പോലും ചിത്രം സ്ഥാപിക്കുന്നതിന്, ഛായാചിത്രം സ്ഥാപിക്കുന്നതിനുള്ള യാതൊരു നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ആ സെക്രട്ടേറിയറ്റിൽ സ്ഥാപിക്കേണ്ട ചിത്രം, ആ ചിത്രം രാഷ്ട്രപതിയുടേതല്ലാതെ പിന്നെ ആരുടെ ചിത്രമാണ് അവിടെ സ്ഥാപിക്കേണ്ടത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം ആ ഒരു ചിത്രം അവിടെ നിന്നും മറച്ചുകൊണ്ട്, രാഷ്ട്രപതിയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപിക്കാതെ എന്ത് സന്ദേശമാണ് രാജ്യത്തോട്, സംസ്ഥാനത്തോടും സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്നും നമുക്ക് ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. കാരണം അത്തരം ഈ ചിത്രങ്ങൾ മാറ്റിവെക്കുവാൻ അല്ലെങ്കിൽ ഈ ചിത്രം സ്ഥാപിക്കാതിരിക്കുവാൻ CPM അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ കാരണം എന്താണെന്ന് അടക്കമുള്ളത് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. എന്ത് മാനദണ്ഡമാണ് അല്ലെങ്കിൽ എന്ത് രീതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സമീപനങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളും വ്യക്തത വരുത്തേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഓരോ രാഷ്ട്രപതിമാരെയും തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും രാഷ്ട്രപതികൾ വരുന്നത്. എന്നാൽ ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുസരിച്ച്, എന്നാൽ ആ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി രാഷ്ട്രത്തിൻ്റെതാണ്, പൊതുജനങ്ങളുടേതാണ്, ഭാരതത്തിൻ്റെതാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ പൊതുസ്വത്തായ, രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ രാജ്യത്തിൻ്റെ ആ രാഷ്ട്രപതിയോട് കടുത്ത അവഗണനയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. എന്ത് സന്ദേശമാണ് ഇതിലൂടെ രാഷ്ട്രപതിയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റിക്കൊണ്ടത് സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്നുകൂടി സംസ്ഥാന സർക്കാരിനെ വ്യക്തമാക്കിയിട്ടിരിക്കുന്നു.